ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു പോത്തിറച്ചിക്കറിയാണ് വയ്ക്കുന്നത്. നാടൻ പോത്തിറച്ചിക്കറി. അതിൽ അധികം മസാലകളൊന്നും ചേർക്കാത്ത ഒരു കറിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത്രയും എടുത്ത് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. നമ്മളിത് കുക്കറിലാണ് വയ്ക്കുന്നത് കേട്ടോ. കുക്കറിൽ മസാലകളെല്ലാം വഴറ്റി കുക്കറിൽ തന്നെയാണ് വയ്ക്കുന്നത്, അല്ലാതെ സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ചിട്ട് അല്ലാതെ വയ്ക്കുന്നതല്ല. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ഇട്ടാൽ വേഗം സവാള വഴണ്ട് വരുമെന്നാണ്. അപ്പോൾ ഒന്ന് ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടെ ഇട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു 3 ഏലക്ക, ഒരു കഷ്ണം ഗ്രാമ്പു, 2-3 ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് കേട്ടോ, പുറത്തുനിന്ന് വാങ്ങുന്നതല്ല. മസാലകളെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങി ഇവിടെ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ മസാലകളെല്ലാം കൂടെ ഈ സവാളയിലും ഇതെല്ലാത്തിലും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ ഇറച്ചി കൂടെ അതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി സമയം ഒരു കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, എങ്കിലേ ഈ മസാലകളെല്ലാം ഈ ഇറച്ചിയിൽ പിടിച്ച് വരുള്ളൂ. കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റി എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. നമ്മൾ ആദ്യം ഉള്ളിയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ. അതിനുശേഷം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ ഏൽപ്പിച്ചാൽ മതി. ഞാനിവിടെ 5 വിസിലാണ് ഏൽപ്പിച്ചത്. പക്ഷെ നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല പാകമായിട്ട് വെന്ത്. നമ്മുടെ മസാല പ്രത്യേകം ശ്രദ്ധിക്കണം, മസാലകളെല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ച് കുറച്ച് സമയം അതിൽ കിടന്ന് ചൂടായി വരണം. എന്നിട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഈ മസാലക്കൂട്ടിലോട്ടും ഇറച്ചിയിലോട്ടുമൊക്കെ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അത് എനിക്ക് തോന്നുന്നു ഈ ഇറച്ചിയുടെ മീതെ നിൽക്കുന്ന രീതിയിൽ ഒഴിക്കണം, എങ്കിൽ മാത്രമേ നമുക്കൊന്ന് ചാറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തീരെ അങ്ങ് കുറുകിപ്പോകും. അപ്പോൾ അതനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കറക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് 5 വിസിൽ വന്ന് വിസിലെല്ലാം കേട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാവൂ. അപ്പം നല്ല അടിപൊളി നമ്മുടെ പോത്തിറച്ചി കറി നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. ടാറ്റാ.